ഹലോ ഓൾ. സോ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷേപ്പ് ഫംഗ്ഷൻസ് ഇൻ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങളുടെ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഷേപ്പ് ഫംഗ്ഷൻസും പിന്നെ അതിന്റെ ഡെറിവേഷൻസും. അതായത് ഒരു ടു നോഡഡ് ആയിട്ടുള്ള ബാർ എലമെന്റിന്റെ ഷേപ്പ് ഫംഗ്ഷൻ ഡെറൈവ് ചെയ്യുക, ഒരു CST എലമെന്റിന്റെ ഷേപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് ഡെറിവേഷൻസ്. അപ്പോൾ ഫണ്ടമെന്റലി നമുക്ക് എന്താണ് ഈ ഷേപ്പ് ഫംഗ്ഷൻ എന്നുള്ള ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സോ യു ക്യാൻ റീഡ് ഹിയർ. Shape functions are called interpolation functions or basis functions or mathematical functions which are used to approximate the variation of a field variable like displacement, temperature or pressure within the finite element. ഡെഫിനിഷൻ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുമെങ്കിലും കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർപോളേഷൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതായത് ഒരു ഇന്റർപോളേഷൻ ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ മാത്രമാണ് ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് വാല്യൂസ് അറിയാം, അതിന്റെ ഇടയിലുള്ള വാല്യൂ അല്ലെങ്കിൽ അതിന് പുറമേയുള്ള വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഇന്റർപോളേഷൻ, എക്സ്ട്രാപോളേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാം. ഉള്ളിലുള്ള വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇന്റർപോളേഷൻ, പുറമേയുള്ള വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ എക്സ്ട്രാപോളേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഇങ്ങനെ ഒരു ഇന്റർപോളേഷൻ ഇക്വേഷൻ തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. അതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ പറയാൻ കാരണം അതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആവാം. ഫോർ എക്സാമ്പിൾ ഈ 1+x² + 2x അങ്ങനെയുള്ള ഇക്വേഷൻ ആവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആവാം. ഓക്കെ, സോ അതുകൊണ്ടാണ് അതൊരു മാത്തമാറ്റിക്കൽ ഫോം ഉൾക്കൊള്ളുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേരിയേഷൻ ഓഫ് ഫീൽഡ് വേരിയബിൾ. അതായത് എങ്ങനെയാണ് ഒരു വേരിയബിൾ വേരി ചെയ്യുന്നത്, അതായത് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ വേരി ചെയ്യുന്നു. നമുക്ക് രണ്ട് പോയിന്റ്സിലെ ഡിസ്പ്ലേസ്മെന്റ് അറിയാം, അതിന്റെ ഇടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷേപ്പ് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. രണ്ട് പോയിന്റിലെ ടെമ്പറേച്ചർ നമുക്കറിയാം, അതിന്റെ ഇടയിൽ ഒരു പോയിന്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കും അത് കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് ഷേപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. രണ്ട് പോയിന്റിലെ പ്രഷർ എനിക്കറിയാം, അതിനിടയിലുള്ള പ്രഷർ എനിക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രഷർ കണ്ടുപിടിക്കാനായിട്ടും എനിക്ക് ഷേപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് അവർ കുറച്ചും കൂടെ ഡിഫൈൻ ചെയ്ത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. യു ഹാവ് എ ബാർ, നിങ്ങളുടെ കയ്യിൽ ബാർ ഉണ്ട്. യു ഓൺലി നോ ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 2 പോയിന്റ്സ്. രണ്ട് പോയിന്റ്സിലെ ഡിസ്പ്ലേസ്മെന്റ് മാത്രം അറിയാം. 2 ends 1 and 2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇഫ് യു വോണ്ട് ടു നോ ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി പോയിന്റ് ഇൻ ബിറ്റ്വീൻ, ഷേപ്പ് ഫംഗ്ഷൻസ് ആർ എ ടൂൾ ദാറ്റ് ഡസ് ദാറ്റ് ഇന്റർപോളേഷൻ ഫോർ യു. നിങ്ങൾക്ക് ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ഷേപ്പ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ ഈ ഒരു ഡയഗ്രം നോക്കി. നോഡ് 1, നോഡ് 2. ഈ നോഡ് 1 നോഡ് 2 ഇതൊരു ബാർ എലമെന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു യൂണി ഡയറക്ഷണൽ അല്ലെങ്കിൽ വൺ ഡയറക്ഷണൽ ബാർ എലമെന്റ് ആണെന്ന് വിചാരിക്കുക. അതിന്റെ ലെങ്ത് LP ആണെന്ന് വിചാരിക്കുക. അതിൽ രണ്ട് പോയിന്റ്സ് ഉണ്ട്. ആ രണ്ട് പോയിന്റ്സ്, ഒരു പോയിന്റ് ലൊക്കേഷൻ അറ്റ് x=0, അനദർ പോയിന്റ് ലൊക്കേഷൻ അറ്റ് x=LP. ശരിയല്ലേ, ഇത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് വരുന്നത്. സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് U1 ആണെന്ന് വിചാരിക്കുക, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് U2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള പോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കണ്ടേ. അതാണ് നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഓക്കെ, അത് ഷേപ്പ് ഫംഗ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിന്റ്സിൽ നമുക്ക് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നോക്കി, ഈ രണ്ട് ഡിസ്ക്രീറ്റ് വാല്യൂസ് നമുക്കറിയാമെങ്കിൽ ഒരു ഷേപ്പ് ഫംഗ്ഷൻ കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂസ് വാല്യൂ കിട്ടും. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ വേരി ചെയ്യുന്നുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് ഷേപ്പ് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് ഷേപ്പ് ഫംഗ്ഷൻ. അപ്പൊ ഷേപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഡെറിവേഷനിലേക്ക് പോകാം. ആദ്യം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വൺ ഡയമെൻഷണൽ എലമെന്റ് അല്ലെങ്കിൽ ഒരു ടു നോഡഡ് ആയിട്ടുള്ള ബാർ എലമെന്റിന്റെ ഡെറിവേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഷേപ്പ് ഫംഗ്ഷന്റെ ഡെറിവേഷൻ എങ്ങനെ നമുക്ക് ഡെറൈവ് ചെയ്യാം ഷേപ്പ് ഫംഗ്ഷൻ നോക്കാം. അപ്പോൾ വൺ ഡയമെൻഷണൽ ബാർ എലമെന്റ് വിത്ത് ടു നോഡ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ എലമെന്റ്. ആ എലമെന്റ് രണ്ട് നോഡ് ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ നോഡ് x=0 ആയിരിക്കും, രണ്ടാമത്തെ നോഡ് x=LP എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, LP അല്ലെങ്കിൽ L എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇതിൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുള്ളൂ, അത് X ഡയറക്ഷൻ ആണ്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നോഡ് 1, നോഡ് 2. നോഡ് 1 ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് U1 എന്ന് വിളിക്കാം, നോഡ് 2 ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് U2 എന്ന് വിളിക്കാം. ഓക്കെ, ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ ഞാൻ ഡെപിക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് കാണാം ഇതേ സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയത് 1, 2, U1, U2 at x=0 at x=L. ഇനി നമ്മൾ ഇതിന് ഒരു എന്താണ് ഒരു ഇക്വേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാം. അതിൽ u of x is equal to a1 plus a2 into x എന്ന് പറയുന്നതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷൻ. അപ്പൊ ഈ u of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് x ഡിസ്റ്റൻസ്, അതാണ് u of x എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതായത് എക്സിന്റെ വാല്യൂ ഞാൻ മാറ്റുന്നതനുസരിച്ച് എങ്ങനെയാണ് എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് കിട്ടുന്നത്, അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ആണിത്. And it is given by a1 plus a2 into x, where a1 and a2 are generalized coordinates. ഈ മെത്തേഡിന്റെ പേര് തന്നെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് മെത്തേഡ് എന്നാണ്. അപ്പൊ ഈ a1 a2 എന്ന് പറയുന്ന ഈ ജനറലൈസ്ഡ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ മെത്തേഡിനെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇക്വേഷൻ. u of x is equal to a1 plus a2 into x. ഇനി എന്തുകൊണ്ട് നമ്മൾ a1 plus a2 into x ൽ സ്റ്റോപ്പ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് നോഡ് 1 ഉള്ളത്, ഇവിടെ നോഡ് 2 ലും ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലമെന്റ് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് ടേംസ് വരുന്ന ഇക്വേഷൻ ആണ് ഞാൻ എഴുതുന്നത്, a1 plus a2 into x. ഇനിയിപ്പോൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരുന്നു എന്നുണ്ടെങ്കിൽ a1 plus a2x plus a3x² എന്ന് വേണം നമ്മുടെ ഇക്വേഷൻ വരാനായിട്ട്. ഇനി 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ a1 plus a2x plus a3x² plus a4x4 എന്നുള്ള രീതിയിൽ വേണം, അല്ല x3 എന്നുള്ള രീതിയിൽ വേണം ഞാൻ എഴുതാനായിട്ട്. ഫൈൻ, എത്രയാണോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അത്രയും നമ്പർ ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാം. ഇനി ഈ ഇക്വേഷനെ എനിക്ക് വേറെ രീതിയിലും റെപ്രസെന്റ് ചെയ്യാം യൂസിംഗ് ദിസ് മെട്രിക്സ് ഇക്വേഷൻ. ഓക്കെ, അതായത് യു മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു റോ മെട്രിക്സ് ആയ 1x ആൻഡ് കോളം മെട്രിക്സ് ആയ a1 a2. നിങ്ങൾ നോക്കിയാൽ ഈ ഇക്വേഷൻ തന്നെ എനിക്ക് കിട്ടും. യു ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 into a1 plus x into a2, അതായത് a1 plus a2 into x is equal to u എന്നുള്ള രീതിയിൽ തന്നെ കിട്ടും. വിച്ച് മീൻസ് ഇങ്ങനെ എഴുതുന്നതിന് പകരം ഞാൻ ഇങ്ങനെ എഴുതിയാലും ഇത് ശരിയാണ്. ഇത് മെട്രിക്സ് വേ ഓഫ് റൈറ്റിംഗ് ആണ്. ഇനി ഇതിനകത്ത് ഞാൻ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോകാം. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ് x=0 എനിക്കറിയാം u എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു u1 ആണ്. ഓക്കെ, നമ്മൾ u1 ആണ് പേര് കൊടുക്കുന്നത്. അതേപോലെ അറ്റ് x=L u എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു u2 ആണ്. കേട്ടോ, ഇവിടെ u എന്ന് പറയുന്നത് u2 ആണ് അറ്റ് x=L. അപ്പോ എനിക്ക് ഈ ബൗണ്ടറി കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഈ u എന്ന് പറയുന്നത് ജനറലൈസ്ഡ് ടേം ആണല്ലോ. u എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി u of 1 അല്ലെങ്കിൽ u1
ഓർ ഇറ്റ് കൻ ബി u2. അതുപോലെ ഇത് ജനറലൈസ്ഡ് ആയിട്ട് ഞാൻ എഴുതുന്നത്. ഞാൻ ഈ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ഒരു സെക്കൻഡ് ഇക്വേഷനെ ഞാൻ റീറൈറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് ഇതിനെ നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് x ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ 0 എന്ന് പറയുന്നത് എക്സിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u is equal to u1, അതായത് യുവിന്റെ അവിടെ ഈ u1 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈഡ് ആയി. ഓക്കെ, അതുപോലെ അറ്റ് x ഈക്വൽ ടു l എന്ന് പറയുമ്പോൾ ഈ എല്ലിനെ എടുത്ത് എക്സിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ u is equal to u2 എന്ന് പറയുമ്പോൾ യുവിന്റെ അവിടെ u2 എന്ന് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അതായത് എക്സിനെ 0 വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ യുവിനെ u1 വെച്ച് റീപ്ലേസ് ചെയ്യണം. എക്സിനെ l വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ യുവിനെ u2 വെച്ച് റീപ്ലേസ് ചെയ്യണം. അങ്ങനെ എഴുതിയ ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ. യു ക്യാൻ സീ ഹിയർ. അതായത് u1 is equal to u1 എന്ന് പറയുന്നത് എപ്പോഴാണ് അറ്റ് x ഈക്വൽ ടു 0 ആകുമ്പോൾ കണ്ടോ 1 എക്സിന്റെ അവിടെ 0 കൊണ്ട് എന്നിട്ട് a1 a2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി u2 എന്ന് പറയുമ്പോൾ എക്സിന്റെ അവിടെ l ആണ് വരുന്നത് കണ്ടോ 1 l a1 നമ്മൾ ജസ്റ്റ് ആ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്താണ് ഈ കാണുന്നത്. ഇനി ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ വേറെ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്തത്, അതായത് ഇഫ് u is equal to അല്ലെങ്കിൽ u1 u2 മെട്രിക്സ് is equal to ഈ ഒരു മെട്രിക്സ് അതായത് 1 0 1 l into a1 a2 ആണെങ്കിൽ എനിക്ക് a1 a2 is equal to എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം. അതായത് ഈ മെട്രിക്സിന്റെ 1 0 1 l മെട്രിക്സിന്റെ ഇൻവേഴ്സ് ദാറ്റ് ഇൻടു u1 u2 എന്ന് പറഞ്ഞ് എനിക്ക് റീപ്ലേസ് ചെയ്ത് എഴുതാം. അതായത് ഈ a1 a2 എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിനെ എനിക്ക് ഈ രീതിയിൽ റീപ്ലേസ് ചെയ്യാം എന്നർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ a1 a2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് is equal to this matrix inverse into u1 u2 എന്ന് എഴുതാം. ഇനി ഈ അഞ്ചാമത്തെ ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് കൊടുത്തു നോക്കാം. കാരണം രണ്ടാമത്തെ ഇക്വേഷൻ എന്താ നോക്കി, മെട്രിക്സ് യു ഇസ് ഈക്വൽ ടു 1x പിന്നെ a1 a2 ആണ്. അതിൽ a1 a2 നെ എനിക്ക് ഇങ്ങനെ എഴുതാമെന്ന് ഞാൻ ഇപ്പോൾ അഞ്ചാമത്തെ ഇക്വേഷൻ മനസ്സിലാക്കി. അപ്പൊ a1 a2 എന്ന് പറഞ്ഞ് ഇവിടെ ഇടുന്നതിന് പകരം ഞാൻ അതിനെ ഈ രണ്ട് മെട്രിക്സിന്റെ കോമ്പിനേഷൻ ആയിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകാം. വിച്ച് മീൻസ് u മെട്രിക്സ് ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് നോക്കിയാൽ u മെട്രിക്സ് ഇസ് ഈക്വൽ ടു 1x പിന്നെ ആ a1 a2 ന് പകരം ഞാൻ ഈ മൊത്തം 1 0 1 l ഇൻവേഴ്സ് u1 u2 എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാൻ പറ്റും. അപ്പൊ u എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് 1x ഈ ഒരു മെട്രിക്സും 1 0 1 l ഇൻവേഴ്സും പിന്നെ u1 u2 മെട്രിക്സും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നൗ നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് u അതായത് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു ഷേപ്പ് ഫംഗ്ഷൻ n1 n2 n1 n2 എന്ന് പറയുന്നത് ഷേപ്പ് ഫംഗ്ഷൻ മെട്രിക്സ് ആണ്. ഈ n1 n2 എന്ന് പറയുന്നത് കേട്ടോ ഷേപ്പ് ഫംഗ്ഷൻ മെട്രിക്സ് ഇൻടു u1 u2. അതായത് രണ്ട് ഡിസ്ക്രീറ്റ് പോയിന്റ്സ് നേരത്തെ ഡിഫൈൻ ചെയ്തപ്പോൾ ഞാൻ ഡെറിവേഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അതായത് രണ്ട് ഡിസ്ക്രീറ്റ് പോയിന്റ്സിന്റെ അവിടുത്തെ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ്സ് അറിയാമെങ്കിൽ ഷേപ്പ് ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് അല്ലെ എന്നുള്ളത്. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം u മെട്രിക്സ് ഇസ് ഈക്വൽ ടു ഷേപ്പ് ഫംഗ്ഷൻ മെട്രിക്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ഡിസ്ക്രീറ്റ് പോയിന്റ്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷനും മുകളിലത്തെ ഇക്വേഷനും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ലെഫ്റ്റിൽ u ഇവിടെയും ലെഫ്റ്റിൽ u, ഇവിടെ റൈറ്റിൽ u1 u2 ഇവിടെയും റൈറ്റിൽ u1 u2. ഇവിടെ 1x 1 0 1 l ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സും ഇവിടെ n1 n2 എന്ന് പറയുന്ന മെട്രിക്സ്. വിച്ച് മീൻസ് ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും n1 n2 മെട്രിക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു നത്തിങ് ബട്ട് 1x ആൻഡ് 1 0 0 1 l ഈ ഒരു ഇൻവേഴ്സ് മെട്രിക്സ് ചെയ്താൽ കിട്ടും. അതാണ് എഴുതുന്നത് n1 n2 എന്ന് പറയുന്ന മെട്രിക്സ് ഇറ്റ് ഇസ് ഈക്വൽ ടു ദിസ് മെട്രിക്സ്. ഓക്കെ, അതായത് ഷേപ്പ് ഫംഗ്ഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കുറെ ലീനിയർ ആയിട്ടുള്ള 1 ഡയമെൻഷൻ ആയിട്ടുള്ള ബാർ എലമെന്റിന്റെ ഷേപ്പ് ഫംഗ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെട്രിക്സ് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് 2/2 മെട്രിക്സ് ആണ്. 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡിറ്റർമിനന്റ് 1 ഡിറ്റർമിനന്റ് ആദ്യം എഴുതാം. 1 ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിറ്റർമിനന്റ് കിട്ടും. 1 into l minus 1 into 0 that is equal to l തന്നെയാണ് ഡിറ്റർമിനന്റ്. സോ 1 divided by ഡിറ്റർമിനന്റ് l അത് എഴുതി ഇൻറ്റു മെട്രിക്സ് അങ്ങനെ തന്നെ എഴുതാം. പക്ഷെ ഒരു വ്യത്യാസമുള്ളൂ, ചെറിയൊരു ചേഞ്ച് വരുത്തണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഡയഗണലിൽ 1l എന്ന് പറയുന്ന ഡയഗണൽ അതിനെ ഒന്ന് ജസ്റ്റ് ഇൻവേഴ്സ് ചെയ്യണം. അതായത് എല്ലിനെ മുകളിലോട്ട് കൊണ്ടുപോകണം, 1നെ താഴേക്ക് കൊണ്ടുവരണം. എല്ലിനെ മുകളിലോട്ട് കൊണ്ടുപോയി 1നെ താഴേക്ക് കൊണ്ടുവരണം. പിന്നെ ഈ ഡയഗണലിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഡയഗണലിലെ എല്ലാ എലമെന്റ്സിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇത് പോസിറ്റീവ് ആണ്, അതായത് ഫോർ എക്സാമ്പിൾ 0 ആണ്. സോ അതിലൊന്നും ചേഞ്ച് സംഭവിക്കില്ല, 1 - 1 ആയി മാറും. അതാണ് ഇൻവേഴ്സ് പറഞ്ഞത്. അതായത് 1 0 1 l ഇൻവേഴ്സ് അത് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് പറഞ്ഞത് 1 by determinant of a, അതായത് 1 by determinant of മെട്രിക്സ് അത് l എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. എന്നിട്ട് നമ്മൾ ആദ്യത്തെ റോ എടുക്കുക, ആദ്യത്തെ ഡയഗണൽ എടുക്കുക, ആ ഡയഗണലിനെ ഇന്റർചേഞ്ച് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഡയഗണൽ എടുക്കുക, അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കിട്ടും. ഇനി ഇതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെട്രിക്സിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഇങ്ങനെ റോ മെട്രിക്സ് കിട്ടും. അതിന്റെ ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് l - x by l ആയിരിക്കും ഫസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എന്താണ് അതിന്റെ കോമ്പണന്റ്, അതാണ് n1 എന്ന് പറയുന്നത്. സോ വിച്ച് മീൻസ് n1 is equal to l - x divided by l and l2 എന്ന് പറയുന്നത് is equal to x by l. ഓക്കെ, സോ ഷേപ്പ് ഫംഗ്ഷൻസ് n1 and n2 എന്ന് പറയുന്നത് l - x by l x by l ആയിരിക്കും. ഇനി ഷേപ്പ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് ഈ ഷേപ്പ് ഫംഗ്ഷൻസ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഗെറ്റ് 1 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടണം. അപ്പോൾ നോക്കി l - x by l x by l ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് 1 കിട്ടും. അപ്പോൾ ഓക്കെയാണ്, ദിസ് ഷേപ്പ് ഫംഗ്ഷൻ പാസസ് ദാറ്റ് പർട്ടിക്കുലർ ടെസ്റ്റ്. അത് 1 നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷേപ്പ് ഫംഗ്ഷൻസിന്റെ ഡയഗ്രാംസ് നമ്മൾ വരയ്ക്കുക ചെയ്തിരിക്കുന്നത്. ഇക്വേഷൻ l - x by l എന്ന് പറയുമ്പോൾ എക്സിന് 0 കൊടുക്കാം, എക്സിന് 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാം, അങ്ങനെ അപ് ടു l കൊടുക്കാം നമുക്ക് അല്ലെ. സോ അങ്ങനെ കൊടുത്ത് നമ്മൾ വരച്ചിരിക്കുന്ന ഡയഗ്രമാണ്. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും l by l 1 കിട്ടും. സോ n1ന്റെ പ്രൊഫൈലാണ് വരച്ചിരിക്കുന്നത്. n1ന്റെ വാല്യൂ x equal to 0 at x equal to 0 ഇതാണ് n1ന്റെ ഇക്വേഷൻ കേട്ടോ. ദിസ് ഈസ് n1 l - x by l. അപ്പോൾ at x equal to 0 ഈ xന്റെ വാല്യൂ 0 ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് l by l is equal to 1 കിട്ടും. അതായത് x 0 ആകുമ്പോൾ എന്റെ n1ന്റെ വാല്യൂ 1 ആയിരിക്കും. ഇനി x l ആകുമ്പോൾ ഇവിടെ ഞാൻ l സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. l സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 0, അപ്പോൾ n1ന്റെ വാല്യൂ 0 കണ്ടോ. അപ്പോൾ n1ന്റെ വാല്യൂ 1 ആണ് 0യിൽ ആൻഡ് 0 ആണ് l ൽ. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ഒരു പ്രൊഫൈൽ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും, കാരണം x
ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. സോ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വേണം ജോയിൻ ചെയ്യാം. ഈ കർവ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരച്ചോളൂ കേട്ടോ. പിന്നെ n2 എന്ന് പറയുന്നത് സെയിം വേ. n2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് x by l ആണ്. ഓക്കെ, ഇത് n1 ഇത് n2, x by l ആണ് n2 എന്ന് പറയുന്നത്. സോ ഇതിന്റെ പ്രൊഫൈൽ ഞാൻ വരച്ച് കഴിഞ്ഞാൽ x 0 ടു കഴിഞ്ഞാൽ 0 ആയിരിക്കും, x L 2 നോക്കുമ്പോൾ 1 ആയിരിക്കും. സോ 0ന്റെ അവിടെ x ന്റെ വാല്യൂ 0ന്റെ അവിടെ n2 ന്റെ വാല്യൂ 0 ആയിരിക്കും, x ന്റെ വാല്യൂ l ന്റെ അവിടെ n2 ന്റെ വാല്യൂ 1 ആയിരിക്കും. ഇങ്ങനെ ഒരു പ്രൊഫൈൽ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 0 x ഈക്വൽ ടു l ഉള്ള n1 ന്റെ വാല്യൂ n2 ന്റെ വാല്യൂ ഒക്കെ നമുക്ക് കിട്ടി അല്ലെ. n1 ന്റെ വാല്യൂ n2 ന്റെ വാല്യൂ നമുക്കറിയാം. അതേപോലെ തന്നെ അതിങ്ങനെ വേരി ചെയ്യുന്നത് നമുക്ക് കിട്ടി. n1 എന്താണ് n2 എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തു. n1 plus n2 is equal to 1 എന്ന് നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഷേപ്പ് ഫംഗ്ഷന്റെ യൂസ് എന്താണെന്ന് പറയാം. അതായത് നിങ്ങൾക്ക് ഈ 1 എന്ന് പറയുന്ന നോഡിന്റെ അടുത്ത ഡിസ്പ്ലേസ്മെന്റ് അറിയാം, 2 എന്ന് പറയുന്ന നോഡിന്റെ അടുത്ത ഡിസ്പ്ലേസ്മെന്റ് അറിയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ നടുക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചോ, at x equal to l/2 കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചോ, എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർ ദാറ്റ് യു കൻ യൂസ് ദിസ് ഷേപ്പ് ഫംഗ്ഷൻ. ഈ ഷേപ്പ് ഫംഗ്ഷൻ നമുക്ക് n1 ഉം n2 ഉം ഇപ്പോൾ ഡിഫൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ n1 ഉം n2 ഉപയോഗിച്ച് നമുക്ക് ഈ at x equal to l/2 കണ്ടുപിടിക്കാൻ പറ്റും. n1 ന്റെ അവിടെ n1 ന്റെ വാല്യൂ ഡിഫൈൻ ചെയ്യുക, അതായത് 1 minus x by l. n2 ന്റെ അവിടെ ഇതാണ് ഇക്വേഷൻ, അതായത് u of x is equal to n1 u1 plus n2 u2. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഇതാണ് നിങ്ങളുടെ ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. u of x is equal to n1 u1 plus n2 u2, where n1 is the first shape function and n2 is the second shape function. അപ്പോൾ n1 ഉം n2 എന്താണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. u1 u2 എന്ന് പറഞ്ഞാൽ u1 എന്ന് പറയുന്ന നോഡിന്റെ അടുത്ത ഡിസ്പ്ലേസ്മെന്റും u2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ന്റെ അടുത്ത ഡിസ്പ്ലേസ്മെന്റുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഷേപ്പ് ഫംഗ്ഷൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 minus x by l ഉം x by l ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ at x equal to l/2 ന്റെ അടുത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 1 minus x by l ഉം x by l ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അറ്റ് സെന്റർ, അതായത് നടുക്കത്തെയാണ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ x ന്റെ വാല്യൂ എന്തായിരിക്കും? l/2 ആയിരിക്കും അല്ലെ. സോ ഇവിടെ ഈ 1 minus x by l ന്റെ അവിടെ x നെ l/2 വെച്ച് റീപ്ലേസ് ചെയ്യാം, ഇവിടെയും x നെ l/2 വെച്ച് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ l/2 വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ l/2 l ക്യാൻസൽ ആയി പോകും, 1 minus y/2 1/2 കിട്ടും. ഇവിടെ l/2 ഇട്ട് കൊടുക്കുമ്പോൾ l ക്യാൻസൽ ആവും, 1/2 ഇവിടെ കിട്ടും. വിച്ച് മീൻസ് ഫൈനലി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ u1 plus u2 by 2 എന്ന് കിട്ടും. അതായത് സെന്ററിലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആയ u1 പ്ലസ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആയ u2 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നിങ്ങൾക്ക് സെന്ററിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതായത് സെന്ററിലെ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഏകദേശം ആവറേജ് ആയിരിക്കും ഈ രണ്ട് പോയിന്റ് ഡിസ്പ്ലേസ്മെന്റ്. ശരിയല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ l/1/3 അടുത്ത ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? x നെ l/3 കൊടുത്താൽ മതി. ഇനി 3/4 അടുത്ത കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? x നെ 3/4 l എന്നിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പോയിന്റിലെയും ഡിസ്പ്ലേസ്മെന്റ്സ് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇൻ ടേംസ് ഓഫ് u1 and u2. ഓക്കെ, അതാണ് ഷേപ്പ് ഫംഗ്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന യൂസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. സോ സ്റ്റഡി ദിസ് പ്രോപ്പർലി.